നമ്മുടെ മാതൃഭാഷയിലൂടെ തന്നെ ചിന്തിച്ച് പഠിച്ച് ഇംഗ്ലീഷിനെ അടുത്തറിയാം. ഇംഗ്ലീഷ് സംസാരിക്കാൻ അധിക വിദ്യാഭ്യാസ യോഗ്യതയൊന്നും വേണ്ട. ഇംഗ്ലീഷിനും നമുക്കുമിടയിൽ ഉള്ള തടസ്സങ്ങളെ തിരിച്ചറിയണമെന്ന് മാത്രം. നമ്മൾ ശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതായിട്ട് എന്തുണ്ട്? ഒന്നുമില്ല. ശ്രമിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിക്കണമെന്ന് മാത്രം. JPL സ്വീറ്റ് ഇംഗ്ലീഷിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. മറ്റുള്ളവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, എനിക്കും അങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്? പക്ഷേ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അതിന് കാരണം എന്താണ്? PG ഇംഗ്ലീഷ് എടുത്ത ഒരു കുട്ടിയെ എനിക്കറിയാം. അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ. അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത കൂടുതലായുള്ളവർക്കും കുറവായുള്ളവർക്കും ഒക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയമാണ്. എന്തുകൊണ്ട്? എന്തിനാണ് ഒരു ഭാഷയെ ഇങ്ങനെ പേടിക്കുന്നത്? ഒരു പുതിയ ഭാഷയായാലും അത് ഭാഷയല്ലേ, എന്തിനാണ് അതിനെ ഇങ്ങനെ പേടിക്കുന്നത്? എന്താണ് ഒരു ഭാഷയുടെ ധർമ്മം? എന്തിനുള്ളതാണ് ഭാഷ? കമ്മ്യൂണിക്കേഷനുള്ളതാണ്. ആശയവിനിമയം നടത്താനുള്ള ഒരു ഉപാധിയാണ് ഭാഷ. അതുകൊണ്ട് തന്നെ അതിനെ പേടിക്കേണ്ടതില്ല. പിന്നെ എന്ത് ചെയ്യണം? എന്തുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ കഴിയാത്തത് എന്നത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനുള്ള പരിഹാരം നമ്മൾ തന്നെ ചെയ്യണം. അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇംഗ്ലീഷിനെ പേടിച്ച് കുറച്ചു കാലം ഞാൻ നന്നായി ഓടിയെന്ന്, അല്ലെങ്കിൽ ഒളിച്ചോടിപ്പോയി, പല സിറ്റുവേഷനിൽ നിന്നും ഞാൻ മാറി നിന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചുരുക്കത്തിൽ, സാധാരണക്കാരായ ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. പല ചാനലുകളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിക്കൂ എന്ന്. അത് എങ്ങനെയാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചിന്തിക്കുക? ഇംഗ്ലീഷിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഇംഗ്ലീഷിലെ പദങ്ങൾ അറിയില്ല, അതിൻ്റെ സ്ട്രക്ചർ അറിയില്ല. ഇതൊന്നും അറിയാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ? ഇംഗ്ലീഷിൽ ചിന്തിക്കൂ, ചിന്തിച്ചാൽ മാത്രമേ ശരിയാവുകയുള്ളൂ എന്നുള്ള വാദം ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ തനിനാടൻ മലയാളത്തിൽ ചിന്തിച്ചാൽ മതി. നമ്മളിനി അഥവാ കേട്ടൊരു കാര്യം പഠിച്ചാൽ അതിൽ ഒരുപാട് തെറ്റുകൾ വരും. നമ്മുടെ ഭാഷയിൽ ചിന്തിക്കണം. മാതൃഭാഷയിലൂടെ ചിന്തിച്ച് മാതൃഭാഷയിലൂടെ വേണം നമ്മൾ ആ ഭാഷയെ സ്വന്തമാക്കാൻ. ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ജർമ്മനിയിൽ ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടി, പഠിക്കാൻ പോവുകയാണ്. പക്ഷെ ജർമ്മൻ ഭാഷ നിർബന്ധമാണ്. അപ്പോൾ അവനോട് പറയാൻ പറ്റുമോ, നീ ജർമ്മൻ ഭാഷയിൽ ചിന്തിക്കൂ എന്ന്? ഒരിക്കലുമില്ല. അപ്പം ആദ്യം പോയിട്ട് അവൻ ജർമ്മൻ അക്ഷരങ്ങളാണ്, ജർമ്മൻ ഭാഷയുടെ അക്ഷരങ്ങൾ പഠിച്ചു, വാക്കുകൾ പഠിച്ചു, വാക്യങ്ങൾ പഠിച്ചു, സ്ട്രക്ചർ പഠിച്ചു, സംസാരിക്കാൻ പഠിച്ചു. ഇപ്പോൾ അവൻ വളരെ നല്ല രീതിയിൽ അവിടെ ജോലി ചെയ്യുകയാണ്. ഇനി ഇംഗ്ലീഷിൽ ചിന്തിക്കൂ എന്ന് പറയുന്ന ആളുകളുടെ ഒരു വാദമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും മലയാളം പഠിപ്പിച്ചു തന്നിട്ടാണോ മലയാളം ഇത്ര ഭംഗിയായിട്ട് പറയുന്നത് എന്ന്? തീർച്ചയായിട്ടുമല്ല. കാരണം എന്താണ്? മലയാളം എന്ന ഭാഷ ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ മുതൽ കേൾക്കുന്നതാണ്. ആ കുട്ടി അത് കേട്ട്
ഓരോ വാക്കുകളും നിരീക്ഷിച്ച് അച്ഛൻ, അമ്മ തുടങ്ങിയ ചെറിയ ചെറിയ വാക്കുകൾ പറയുന്നത് വരെയും, അത് കഴിഞ്ഞിട്ടും അവൻ വാക്യങ്ങൾ പറയുന്നത് വരെയും ഒക്കെ എല്ലാവരുടെയും സംസാരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ നിരീക്ഷിച്ച് അവന് കിട്ടിയ പുതിയ അറിവുകൾ അവൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ടാണ് അവൻ അച്ഛൻ, അമ്മ എന്ന് തുടങ്ങിയ വാക്കുകൾ പറയാൻ തുടങ്ങുക. ഇനി LKG പഠിക്കുന്ന ഒരു കുട്ടി തെറ്റുകൂടാതെ വർത്തമാനം പറയുമോ, സംസാരിക്കുമോ? ഒരിക്കലുമില്ല. കാരണം എന്താണ്? അവനതിന്റെ സ്ട്രക്ചർ അറിയില്ല. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ചില ചാനലുകളുടെ കമന്റ് ബോക്സുകളിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഇത്രയും നന്നായി പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എവിടെയോ എത്തിച്ചേർന്നേനെ, ഞാൻ എന്തോ ആയേനെ. കാരണം ടീച്ചറെയാണ് അപ്പോഴും കുറ്റം പറയുന്നത്. എവിടെയാണ് ശരിക്കും കുഴപ്പം? നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മളും ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് അത്രമാത്രം ഫലവത്തായില്ല എന്ന് തോന്നുന്നുണ്ട് പലർക്കും. പക്ഷെ അന്നത്തെ ടീച്ചർമാർ പഠിപ്പിച്ചിട്ടില്ലേ? ഉണ്ട്, നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അന്നത്തെ അവരുടെ സിലബസ് പ്രകാരമുള്ളതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെയാണ് കുഴപ്പം? കുഴപ്പം നമ്മുടേതാണ്. ആ പഠിച്ചിരുന്ന കാലത്തെ, കുട്ടികളായിരുന്ന കാലത്തെ നമ്മുടെ കുഴപ്പമാണത്. എന്തുകൊണ്ട്? കുട്ടികളായിരുന്ന കാലത്ത് എന്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്? കൂടുതലും കളികൾക്കായിരുന്നു. ആ സമയം കൂടി കളിക്കാൻ നോക്കും. ടീച്ചർ പഠിപ്പിക്കുമ്പോഴും ചിലപ്പോൾ കളിക്കും, പിൻപഞ്ചിലൊക്കെ ഇരുന്നിട്ട് കളിക്കും. പിന്നെ നമുക്ക് ആവശ്യബോധം അത്ര അധികമൊന്നും ഉണ്ടായിരുന്നില്ല. കളിയിലായിരുന്നു ശ്രദ്ധ മുഴുവൻ. മാത്രമല്ല, നമ്മുടെ ഒരേ ഒരു ആവശ്യം അന്നത്തെ കാലത്ത് ക്ലാസ് കയറ്റം കിട്ടാൻ വേണ്ടി പരീക്ഷ പാസ്സാകുക എന്നുള്ളതായിരുന്നു. എന്നിട്ട് പഠിപ്പിച്ച അധ്യാപകരെ ഇപ്പോൾ കുറ്റം പറയുന്നത് കാണാം. നന്നായി പഠിക്കുന്ന കുട്ടികൾ അന്നും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ഉഴപ്പുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ആവശ്യബോധം, പഠിക്കുക, ഇംഗ്ലീഷ് പഠിക്കുക, ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുക, സംസാരിക്കുക എന്നുള്ള ആ ആവശ്യബോധം കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇത് ഞാൻ പറയാൻ കാരണം, കുറച്ച് കാലം, ഏകദേശം ഒരു വർഷക്കാലത്തോളം എനിക്ക് കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഗ്രാമറും ട്രാൻസ്ലേഷനും ഒക്കെ പഠിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. കുറച്ചല്ല, കുറേയേറെ. ആ കാലഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്ന വിദ്യാർത്ഥികളെല്ലാം 50 കഴിഞ്ഞവരായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു 95% പേരും 50 വയസ്സ് കഴിഞ്ഞവരായിരുന്നു. അവരെന്തിനാണ് ഈ പ്രായത്തിൽ ഇംഗ്ലീഷ് പഠിക്കുന്നത്? അവരുടെ കൊച്ചുമക്കളോടും അവരുടെ ഫ്രണ്ട്സിനോടും ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ള അതിയായ മോഹം കൊണ്ട്, അതിയായ ആഗ്രഹം കൊണ്ടാണ് ഇംഗ്ലീഷ് പഠിക്കാൻ ഈ പ്രായത്തിലും അവര് വന്നത്. ആ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ 72 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പഠിക്കാൻ എന്തുത്സാഹമായിരുന്നുവെന്നോ. എന്തെങ്കിലും നമ്മളൊന്ന് പഠിപ്പിച്ചു കൊടുത്താൽ ഒരുപാട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുണ്ടാവും എപ്പോഴും. ഏറ്റവും കൂടുതൽ ഡൗട്ട് അദ്ദേഹത്തിനായിരുന്നു. എങ്ങനെയെങ്കിലും പഠിച്ച് സംസാരിച്ച് തൻ്റെ കൊച്ചുമക്കളോടും സുഹൃത്തുക്കളോടും ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്നുള്ളതായിരുന്നു. എത്ര റിസ്ക് എടുത്തായാലും വേണ്ടിയില്ല, പഠിച്ച് സംസാരിക്കാനുള്ള കഴിവ് നേടും എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നന്നായി സംസാരിക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് അതിയായ ആഗ്രഹമുണ്ടാവണം, അതിയായ ആവശ്യബോധമുണ്ടായിരിക്കണം. എനിക്കും അവരെ പോലെ സംസാരിക്കണം
എന്നുള്ള ആവശ്യബോധം ആദ്യം വേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ആവശ്യബോധം കൂടുമ്പോൾ അതിൻ്റെ തീക്ഷ്ണത എത്രമാത്രം കൂടുന്നു അത്രമാത്രം വേഗത്തിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിരിക്കും, ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കും. ഈ ആവശ്യബോധം മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഒരു ഭാഷയെക്കുറിച്ച് നമുക്കറിയണ്ടേ? ഇപ്പം നമുക്ക് ഒരാളോട് സംസാരിക്കണം, എങ്ങനെയായാലും വേണ്ടില്ല സംസാരിക്കും എന്ന് വിചാരിക്കുക. പൊതുവെ സ്ത്രീകൾ അടുക്കളയുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങളൊക്കെ പറയുക അല്ലേ? ഇന്ന് എന്തൊക്കെയായിരുന്നു ഫുഡ് ഉണ്ടാക്കിയത് ഒരാൾ ചോദിക്കുകയാണ്. ഇന്ന് എന്താണ് ഫുഡ് ഉണ്ടാക്കിയത് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം, ഇന്ന് ഞാൻ ദോശയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ദോശയ്ക്ക് എന്തായിരുന്നു കറി? ദോശയ്ക്ക് എന്തായിരുന്നു കറി? ചട്നി ആയിരുന്നു, സാമ്പാറായിരുന്നു. എന്നാ ശരി, സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുമോ? കഴിയില്ല. കാരണം അതിൽ ഒരുപാട് പുതിയ പദങ്ങളുണ്ട്. മലയാള വാക്കുകളുടെ തത്തുല്യ ഇംഗ്ലീഷ് പദങ്ങൾ നമുക്കറിയില്ല. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട തടസ്സം എന്താണ്? വൊക്കാബുലറി അറിയില്ല, പദദാരിദ്ര്യം. നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് നന്നായിട്ട് അറിയുമോ? നിങ്ങളുടെ ഗ്രാമത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളുടെ നാട്ടിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിച്ച് തരുമോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താണ്? നമുക്ക് അതിനെക്കുറിച്ചുള്ള ആശയ വ്യക്തത കുറവാണ്, ആശയദാരിദ്ര്യമാണ്. ആശയദാരിദ്ര്യം ഒരു പ്രധാന വില്ലനാണ്. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് എന്താണ്? ഈ മലയാളം പറയുന്നത് പോലെയാണോ ഇംഗ്ലീഷ് പറയുക? ഒരിക്കലുമല്ല. മലയാളത്തിലെ ആദ്യം കർത്താവ് വരും, ചെയ്യുന്ന ആൾ. രണ്ടാമത് വരുന്നത് കർമ്മമാണ്. മൂന്നാമതായിട്ട് മാത്രമേ വെർബ് വരുള്ളൂ, ക്രിയ വരികയുള്ളൂ. ഇനി അത് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോഴോ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷിലെ സ്ട്രക്ചർ എങ്ങനെയാണ്? സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. ഈ സ്ട്രക്ചർ നമ്മൾ പഠിക്കണ്ടേ? പഠിക്കാതെ എങ്ങനെയാണ് ഒരു ഭാഷയിൽ പറയുക? മറ്റൊരു ഭാഷയിൽ ഒക്കെ നമ്മൾ ഒരു കാര്യം സംസാരിക്കണം, ഇതിൻ്റെ കർത്താവ് എവിടെ വരിക, കർമ്മം എവിടെ വരിക, ക്രിയ എവിടെ വരിക ഒന്നും അറിയാതെ വെറുതെ അങ്ങ് സംസാരിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഭാഷയുടെ, ഏത് ഭാഷയാണോ പഠിക്കുന്നത് ആ ഭാഷയുടെ ബേസിക് ഗ്രാമർ പഠിക്കണം. ബേസിക് ഗ്രാമർ പഠിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ഗ്രാമർ ഒന്നും പഠിക്കൊന്നും വേണ്ട, സംസാരിക്കാൻ ഗ്രാമറേ വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കാലങ്ങൾ മാറും. പ്രധാനമായും ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ നിന്ന് നമ്മളെ വിലക്കുന്ന വസ്തുതകൾ എന്താണ്? ആവശ്യബോധം, വൊക്കാബുലറി, ആശയം, ബേസിക് ഗ്രാമർ. ഇത്രയും നമുക്ക് കിട്ടിയാൽ പിന്നെ എന്തേ വേണ്ടുള്ളൂ? സംസാരിക്കാൻ ആളുകളെ മാത്രമേ വേണ്ടുള്ളൂ. നമുക്ക് ഒരാളുമില്ലാതെ നീ എങ്ങനെ സംസാരിക്കും എന്നുള്ള ചിന്തയൊന്നും വേണ്ട. അതിനൊക്കെ ധാരാളം വഴികളുണ്ട്. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കണമെങ്കിൽ ആദ്യം അതിയായ ആഗ്രഹം വേണം, അതായത് ആവശ്യബോധം. രണ്ടാമത് ആശയം ഉണ്ടാവണം, വൊക്കാബുലറി ഉണ്ടാവണം. പിന്നെ നമ്മുടെ ചമ്മലും നാണക്കേടും എല്ലാം പോയിട്ട് കോൺഫിഡൻസ് ലെവൽ ഉയർന്നുയർന്ന് വരണം. പിന്നെ പലരും പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മറുഭാഗത്തുള്ളവർ നല്ലതുപോലെ അറിയുന്നവരാണെങ്കിലോ അപ്പൊ ഒരു ബുദ്ധിമുട്ടല്ലേ? നമ്മൾ പറയുന്നത് പൊട്ട ഇംഗ്ലീഷ് അല്ലേ, ബ്രോക്കൺ ഇംഗ്ലീഷ്. അപ്പൊ അവർക്കതൊരു ബുദ്ധിമുട്ടാകുമോ എന്നുള്ളൊരു ഭയം ഒരുവിധപ്പെട്ട എല്ലാ ബിഗിനേഴ്സിനും ഉണ്ട്. അതൊക്കെ നമ്മൾ ഓരോരുത്തരും പറയുമ്പോൾ കേൾക്കുന്നതാണ്. അപ്പൊ മറുഭാഗത്ത് നിൽക്കുന്ന, സംസാരിക്കുന്ന ആൾ, ഫോണിന്റെ അങ്ങേ തലക്കിൽ നിൽക്കുന്ന ആൾക്ക്
എല്ലാം അറിയാമായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതൊന്നും സത്യമാകില്ല. ഒരു പക്ഷേ അയാളും നമ്മളെപ്പോലെ തന്നെ ബിഗിനേഴ്സ് ആവാം. പിന്നെ വേറൊരു കാര്യം, അറിയുന്നത് വെച്ച് ധൈര്യമായിട്ട് അങ്ങ് സംസാരിക്കണം. എന്താണ് കുഴപ്പം? ആരെങ്കിലും മാർക്കിടാൻ വരുന്നുണ്ടോ? ആരെങ്കിലും നമ്മളെ ചീത്ത പറയാൻ വരുമോ? ഒന്നുമില്ല. ഒരാൾ നമ്മളെ കളിയാക്കില്ല, ഒരാൾ നമ്മൾക്ക് മാർക്കിടുന്നില്ല, പിന്നെ ഒരാളെയും ഭയപ്പെടേണ്ടതുമില്ല. എങ്ങനെ പുതിയ പുതിയ അറിവുകൾ നേടാം? അതായത് ആശയ ദാരിദ്ര്യം ഒഴിവാക്കാം. എങ്ങനെ പുതിയ വാക്കുകൾ പഠിക്കാം? അതായത് പദസമ്പത്ത് വർദ്ധിപ്പിക്കാം. എങ്ങനെ സംസാരിക്കാം? മറ്റൊരാൾ ഇല്ലാതെ സ്വയം എങ്ങനെ സംസാരിച്ച് പഠിക്കാം എന്നതെല്ലാം ഞാൻ പരീക്ഷിച്ച് വിജയിച്ച എൻ്റെ സ്വന്തം അനുഭവങ്ങളാണ് പറയുന്നത്. എന്നെ ബുദ്ധിമുട്ടിച്ചിരുന്ന ഇംഗ്ലീഷിനെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലാംഗ്വേജിനെ ഞാൻ എങ്ങനെ ഇഷ്ടപ്പെട്ടു, എങ്ങനെ പഠിച്ചെടുത്തു, എങ്ങനെ സംസാരിക്കാൻ തുടങ്ങി, ഇതൊക്കെ നിങ്ങൾക്കറിയണ്ടേ? അതിന് ഒരുപാട് ട്രിക്കുകളുണ്ട്. ആ ട്രിക്കുകളെല്ലാം അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.